Hello students, welcome back to Plus 1 Economics Online Classroom. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ എക്കോണമിയിലെ 4ാമത്തെ ചാപ്റ്റർ പോവർട്ടി, ദാരിദ്ര്യം. മുന്നേ ഉള്ള ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂസ് സെഷനാണ് ഇന്നത്തെ ക്ലാസ് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പോവർട്ടി, എന്താണ് ദാരിദ്ര്യം, അതുപോലെ വാട്ട് ആർ ദി കോസസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് പോവർട്ടി, എന്തൊക്കെയാണ് ദാരിദ്ര്യത്തിൻ്റെ സവിശേഷതകൾ, അതുപോലെ എന്തൊക്കെയാണ് ദാരിദ്ര്യത്തിനുള്ള കാരണങ്ങൾ, അതുപോലെ പോവർട്ടി ലൈൻ, ദാരിദ്ര്യ രേഖ എന്താണെന്ന് പഠിച്ചു. ഓക്കെ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ ഒരു പാർട്ടിൽ, അതായത് 1ാമത്തെ പാർട്ടിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ടുവേർഡ്സ് പോവർട്ടി അലിവിയേഷൻ ഓർ പോവർട്ടി ഇറാഡിക്കേഷൻ. ദാരിദ്ര്യം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡിഫക്റ്റ് അല്ലേ, ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു രാജ്യത്തിൻ്റെയും ഡെവലപ്മെൻറ്റിനെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ്. ഡെവലപ്മെൻറ്റിന് ഒരു ഹേർഡിലായിട്ട് നിൽക്കുന്ന ഒരു ഫാക്ടറാണെന്ത്, പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ. ഏതൊരു രാജ്യത്തും ഇത്തരത്തിലുള്ള ദാരിദ്ര്യം ഒരു എക്സ്റ്റെൻറ്റ് വരെ നിലനിൽക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഓരോ രാജ്യത്തും ഈ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആ രാജ്യത്തെ റെസ്പെക്റ്റീവ് ഗവൺമെൻറ് ഒരുപാട് പ്രോഗ്രാംസ്, അതുപോലെ പോളിസീസ്, നയങ്ങളും അതുപോലെ പരിപാടികളും മുന്നോട്ട് കൊണ്ടുവരാറുണ്ട്. അങ്ങനെ എന്തൊക്കെയാണ് ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് കൈക്കൊണ്ടിട്ടുള്ള പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്, ഓക്കെ, പദ്ധതികളും അതുപോലെ പരിപാടികളും എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. The Indian Constitution and 5-year plans state social justice as the primary objective of the developmental strategies of the government. അതായത് ഇന്ത്യൻ ഭരണഘടനയും അതുപോലെ പഞ്ചവത്സര പദ്ധതികളും അവർ പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത് സാമൂഹ്യ നീതിയാണ്. ഏതൊരു ഗവൺമെൻറ്റിൻ്റെയും ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വികസനത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഈ ഒരു സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുക എന്നതായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെയും അതുപോലെ പഞ്ചവത്സര പദ്ധതികൾ 5-year പ്ലാൻസിൻ്റെയും പ്രൈമറി ഒബ്ജക്റ്റീവ്, പ്രാഥമിക ലക്ഷ്യം എന്ന് പറഞ്ഞത്. ദ ഗവൺമെൻറ്റ്സ് അപ്രോച്ച് ടു പോവർട്ടി റിഡക്ഷൻ വാസ് ഓഫ് 3 dimension. അതായത് ഇന്ത്യയിലെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ മുഴുവനായിട്ട് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് 3 അപ്രോച്ചുകളായിരുന്നു ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. 3 സമീപനങ്ങൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദി 3 different dimensions or approach introduced by India government to reduce poverty or eradicate poverty. ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള 3 സമീപനങ്ങൾ, അതായത് ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള 3 സമീപനങ്ങളെക്കുറിച്ച് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ, ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ച്, വളർച്ചോന്മുഖ സമീപനം അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ചയെ ആശ്രയിക്കൽ. It is based on expectation that the effect of economic growth leads to rapid increase in gross domestic product and per capita income would spread to poor section of society. അതായത് ഇവിടെ പറയുന്നത് ഗ്രോത്ത് മീൻസ് എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്, GDP അല്ലേ, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അതുപോലെ പെർ ക്യാപിറ്റ ഇൻകം, ആളോഹരി വരുമാനം PCI എന്നിവയിലെല്ലാം ഉണ്ടാകുന്ന വർധനവിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ ഗ്രോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മളൊരു തിയറിയെക്കുറിച്ച് പഠിക്കണം, അതായത് ട്രിക്കിൾ ഡൗൺ തിയറി. ട്രിക്കിൾ ഡൗൺ തിയറി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് വളർച്ചയുടെ അല്ലെങ്കിൽ ഗ്രോത്തിൻ്റെ എല്ലാ ഒരു ബെനിഫിറ്റും പുവർ സെക്ഷൻ ഓഫ് സൊസൈറ്റി, അതായത് സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകളിലേക്ക് പോലും എന്തെത്തണം, ഈ ഒരു വികസനത്തിൻ്റെ ഒരു എഫക്റ്റ് ഇത്തരം ഒരു മേഖലയിൽ കൂടെ എത്തണം. ഇതിനെയാണ് എന്ത് പറയുന്നത്, ട്രിക്കിൾ ഡൗൺ എന്ന് പറയുന്നത്. ട്രിക്കിൾ ഡൗൺ. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടൊരു തിയറി ഉണ്ട്, ട്രിക്കിൾ ഡൗൺ തിയറി. ഓക്കെ, മാത്രം ഒന്ന് ഓർത്ത് വയ്ക്കുക. സെക്കൻഡ് അപ്രോച്ച് അല്ലെങ്കിൽ 2ാമത്തെ സമീപനം, എക്സ്പാൻഡിങ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ് ആർ ബീങ് കൺസിഡേർഡ് ആസ് ദി മേജർ വേസ് ഓഫ് അഡ്രസ്സിങ് പോവർട്ടി. അതായത് എക്സ്പാൻഡിങ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്, സ്വയം തൊഴിലുകളും അതുപോലെ കൂലിത്തൊഴിലുകളും, ഓക്കെ, ഇതെല്ലാം കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി ജോലി ഇല്ലായ്മ അല്ലെങ്കിൽ ജോബ്ലെസ് അല്ലെ, അൺഎംപ്ലോയ്മെൻ്റ് ആണ് പോവർട്ടിക്കുള്ള വൺ ഓഫ് ദി മേജർ റീസൺ. തൊഴിലില്ലായ്മയാണ് ഏതൊരു രാജ്യത്തെയും ദാരിദ്ര്യത്തിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്.
അപ്പോൾ ഇത്തരം തൊഴിലില്ലായ്മ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരുപാട് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ്, ഒരുപാട് സ്വയം തൊഴിൽ പരിപാടികളും അതുപോലെ കൂലിത്തൊഴിൽ പരിപാടികളും കൊണ്ടുവന്നു. ഓക്കെ. തേർഡ് അപ്രോച്ച്, ടു പ്രൊവൈഡ് മിനിമം ബേസിക് അമ്യൂണിറ്റീസ് ടു ദി പീപ്പിൾ. ജനങ്ങൾക്ക് മിനിമം അടിസ്ഥാന സൗകര്യങ്ങൾ എങ്കിലും ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ. ഇത് മൂന്നുമാണ് 3 dimensions or 3 approaches introduced by India government to eradicate poverty. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള 3 സമീപനങ്ങളായിരുന്നു ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഓർത്തു വയ്ക്കണം. നെക്സ്റ്റ് ടോപ്പിക്ക്, എക്സ്പാൻഡിങ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇത്തരം പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അലിവിയേറ്റ് അല്ലേ, ദാരിദ്ര്യം ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരുപാട് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ്, സ്വയം തൊഴിൽ പരിപാടികളും അതുപോലെ കൂലിത്തൊഴിൽ പരിപാടികളും കൊണ്ടുവന്നു. ആ പദ്ധതികളുടെ പേര് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ചോദ്യം, ഇത് ഈ ഒരു പ്രോഗ്രാംസിൻ്റെ പേര് എക്സാമിന് 1 വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇവിടെ ഷോർട്ട് നെയിംസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ എക്സ്പാൻഷൻ പൂർണ്ണ രൂപം ചോദിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ ഓർത്തു വെക്കേണ്ട ചോദ്യം അബ്രിവേഷൻ ആയിട്ട് ചോദിക്കും, അതായത് ഷോർട്ട് നെയിം ചോദിക്കും. അതുപോലെ ആ അബ്രിവേഷൻ്റെ അല്ലെങ്കിൽ ആ ഷോർട്ട് നെയിംസിൻ്റെ എക്സ്പാൻഷൻ പൂർണ്ണ രൂപവും ചോദിക്കാറുണ്ട്. ഓർത്തു വെക്കുക. നമുക്ക് ഓരോ പ്രോഗ്രാമായിട്ട് പറയാം. ഓക്കെ. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ് ആണ് കേട്ടോ. അതായത് സ്വയം തൊഴിൽ പരിപാടികളും അതുപോലെ കൂലിത്തൊഴിൽ പരിപാടികളും. ഫസ്റ്റ് പ്രോഗ്രാം, അതായത് ഇനി പറയുന്നത് സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ് ആണ് കേട്ടോ. സ്വയം തൊഴിൽ പരിപാടികൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. എക്സാമ്പിൾസ് ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ് ആർ റൂറൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം. ഓക്കെ. REGP എന്ന് പറയും, റൂറൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം. ദെൻ പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന PMRY ആൻഡ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന SJSRY. ദാറ്റ് മീൻസ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഇപ്പോൾ നമ്മൾ ഇത്രയും പ്രോഗ്രാംസ് പഠിച്ചല്ലോ അല്ലേ. ഇതിൽ ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാതും ഡിസ്കസ് ചെയ്യുന്നില്ല, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസിൻ്റെ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. അതിൽ സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന SJSRY മെയിൻലി എയിംസ് അറ്റ് ക്രിയേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ബോത്ത് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് ഇൻ അർബൻ ഏരിയാസ്. അതായത് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന SJSRY എന്ന ഈ പ്രോഗ്രാം പ്രധാനമായിട്ടും ആവിഷ്കരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ മോട്ടീവ് എന്തിനു വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്, അതായത് അർബൻ ഏരിയാസിൽ നഗരപ്രദേശങ്ങളിലെ സ്വയം തൊഴിൽ പരിപാടികളും അതുപോലെ അല്ലെങ്കിൽ സ്വയം തൊഴിൽ അവസ്ഥയും അതുപോലെ കൂലിത്തൊഴിൽ അവസ്ഥയും സെൽഫ് എംപ്ലോയ്മെൻറ്റും അതുപോലെ വേജ് എംപ്ലോയ്മെൻറ്റും ഈ സിറ്റുവേഷൻസ് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. നഗരപ്രദേശങ്ങളിലാണ് കേട്ടോ, ഓർത്തു വെക്കണം. നഗരപ്രദേശങ്ങളിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റും അതുപോലെ വേജ് എംപ്ലോയ്മെൻറ്റും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് പ്രോഗ്രാം എന്തായിരുന്നു? സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന SGSY. ഓർത്തു വെക്കണം. ആസ് നൗ ബീൻ റീസ്ട്രക്ചർഡ് ആസ് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ NRLM. അതായത് സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന SGSY ഇപ്പോൾ അതിനെ റീനെയിം ചെയ്തിട്ടുണ്ട്, പുതിയ പേരിലാണ് അറിയപ്പെടുന്നത് NRLM. ദാറ്റ് മീൻസ് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. ഓക്കെ. നെക്സ്റ്റ് പ്രോഗ്രാം ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. നെക്സ്റ്റ്, ദി ഗവൺമെൻറ് ഹാസ് വെറൈറ്റി ഓഫ് പ്രോഗ്രാം ടു ജനറേറ്റ് വേജ് എംപ്ലോയ്മെൻറ്റ് ഫോർ ദി പുവർ അൺസ്കിൽഡ് പീപ്പിൾ ലിവിങ് ഇൻ റൂറൽ ഏരിയാസ്. അതായത് ഇന്ത്യ ഗവൺമെൻറ് ഇത്തരത്തിൽ ഒരുപാട് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, അതായത് കൂലിത്തൊഴിൽ പരിപാടികൾ അല്ലെങ്കിൽ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് റൂറൽ ഏരിയാസിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രം. ഓക്കെ ആണല്ലോ. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള SGSY ഒക്കെ എന്തായിരുന്നു, അത് അർബൻ ഏരിയാസിലായിരുന്നു. എന്നാൽ റൂറൽ ഏരിയാസിലെ എംപ്ലോയ്മെൻറ്റ് ജനറേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൊഴിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇൻ ഓഗസ്റ്റ് 2005 ദ പാർലമെൻറ്റ് passed a new act to provide guaranteed wage employment to every rural household. അതായത് 2005 ഓഗസ്റ്റിൽ പാർലമെൻറ്റ്, ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു പുതിയ ആക്ട്, പുതിയൊരു നയം പാസ്സാക്കി. അതായത് ഇത്ര പേർക്ക്, അതായത് 100 ദിവസം എല്ലാവർക്കും തൊഴിൽ നൽകണം, ഗ്യാരണ്ടി ചെയ്യണം. അതായത് തൊഴിലുറപ്പ് പദ്ധതി, നമുക്കറിയാം അല്ലേ, തൊഴിലുറപ്പ് പദ്ധതി 100 ദിവസത്തെ കർമ്മ പരിപാടി. ഓക്കെ. അതായത് എല്ലാ റൂറൽ ഹൗസ് ഹോൾഡിനും, അതായത് എല്ലാ
ഗ്രാമീണവാസികൾക്കും ഇത്തരത്തിൽ 100 ദിവസം ഒരു തൊഴിൽ ഉറപ്പ് നൽകുന്ന തൊഴിലുറപ്പ് പദ്ധതികൾ കൊണ്ടുവന്നു. ഇറ്റ് ഈസ് നോൺ ആസ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. ഓക്കെ, ഓർത്ത് വെക്കണം. ഓക്കെ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്, MGNREGA എന്ന് പറയും ഷോർട്ടായിട്ട് കേട്ടോ, ഓർത്ത് വെക്കണം. ഓക്കെ, തേർഡ് അപ്രോച്ച് എന്തായിരുന്നു? ടു പ്രൊവൈഡ് മിനിമം ബേസിക് അമ്യൂണിറ്റീസ് ടു ദി പീപ്പിൾ. ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് മിനിമം അടിസ്ഥാന സൗകര്യങ്ങൾ എന്ത് ചെയ്യണം? അടിസ്ഥാനമായ ആവശ്യങ്ങൾ കൊടുക്കുക. പ്രോഗ്രാംസ് അണ്ടർ ദിസ് അപ്രോച്ച് ആർ എക്സ്പെക്റ്റഡ് ടു സപ്ലിമെൻറ്റ് ദി കൺസംഷൻ ഓഫ് പുവർ, create employment opportunities and bring about improvement in health and education. അതായത് ജനങ്ങളുടെ ആരോഗ്യത്തിനു വേണ്ടിയിട്ടും അതുപോലെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും ഗവൺമെൻറ് ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇതെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഹെൽത്ത്, എഡ്യൂക്കേഷൻ ഇതെല്ലാം വേണ്ടിയിട്ട് പുതിയ തരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഓർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്തിരുന്നു. 3 major programs aims at providing or improving the food and the nutritional status of the poor are public distribution system, integrated child development scheme and midday meal scheme. അതായത് ഇതിൽ തന്നെ 3 പ്രധാനപ്പെട്ട പ്രോഗ്രാംസ് ആയിരുന്നു. അതിൻ്റെ പേര് പ്രത്യേകം ഓർത്തു വെക്കണം. അതായത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, PDS എന്ന് പറയും. അതിൽ ഉൾപ്പെടുന്നതാണ് നമ്മുടെ റേഷൻ കടകൾ, പൊതുവിതരണ കേന്ദ്രങ്ങൾ. ഓക്കെ, ഇതൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം PDS, അതുപോലെ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം ICDS കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് അല്ലെങ്കിൽ പ്രോഗ്രാമാണത്. ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള പ്രോഗ്രാമാണ് ICDS. അതുപോലെ മിഡ് ഡേ മീൽ സ്കീം. ഓക്കെ, ഈ 3 പ്രോഗ്രാമുകളും എന്തിനു വേണ്ടിയിട്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ എയിം എന്തായിരുന്നു? ഇംപ്രൂവിങ് ദി ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഓഫ് ദി പുവർ പീപ്പിൾ. അതായത് പാവപ്പെട്ട ജനങ്ങളുടെ, ദരിദ്രരുടെ അവരുടെ ന്യൂട്രീഷണൽ പോഷകാഹാരക്കുറവ്, അവർക്ക് നല്ല ഭക്ഷണങ്ങൾ എത്തിക്കുക, ഇതൊക്കെയായിരുന്നു, അല്ലെങ്കിൽ ഉറപ്പുവരുത്തുക, ഇതൊക്കെയായിരുന്നു ഈ 3 പ്രോഗ്രാമുകളുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. ആ പ്രോഗ്രാമുകളുടെ പേര് ഓർത്തു വെക്കണം. എന്തൊക്കെയായിരുന്നു? പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പൊതുവിതരണ കേന്ദ്രങ്ങൾ, അതുപോലെ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം ICDS, ദെൻ മിഡ് ഡേ മീൽ സ്കീം ഓർത്തു വയ്ക്കുക. ദെൻ പ്രധാനമന്ത്രി ഗ്രാം സദക് യോജന, പ്രധാനമന്ത്രി ഗ്രാമോദയ യോജന, വാൽമീകി അംബേദ്കർ ആവാസ് യോജന ആർ സ്റ്റാർട്ടഡ് ഇൻ ഡെവലപ്പിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഹൗസിംഗ് കണ്ടീഷൻസ്. അതായത് ഹൗസിംഗ് കണ്ടീഷൻസ്, എല്ലാവർക്കും വീട് അല്ലേ, എല്ലാവർക്കും ഒരു ഷെൽട്ടർ, വീട് നിർമ്മിച്ചു കൊടുക്കുക, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക. ഈ 2 ലക്ഷ്യത്തോടു കൂടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള പ്രോഗ്രാമുകളായിരുന്നു പ്രധാനമന്ത്രി ഗ്രാം സദക് യോജന, ദെൻ പ്രധാനമന്ത്രി ഗ്രാമോദയ യോജന, ദെൻ വാൽമീകി അംബേദ്കർ ആവാസ് യോജന. ഓക്കെ, ഈ പ്രോഗ്രാമുകളായിരുന്നു എന്തിനായിരുന്നു? ഹൗസിംഗ് കണ്ടീഷൻസ്, എല്ലാവർക്കും വീട് എന്നുള്ള ആ സ്വപ്നം അല്ലേ, എല്ലാവർക്കും വീട് നിർമ്മിച്ചു കൊടുക്കുക, അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ലക്ഷ്യങ്ങളെല്ലാം മുൻവെച്ച് കൊണ്ടിട്ടുള്ള രൂപം കൊണ്ട സംഘടന അല്ലെങ്കിൽ പ്രോഗ്രാമുകളായിരുന്നു ഇത്. ദെൻ the government also has a variety of other social security programs to help a certain specific groups, etc. Examples: national social assistance programs. ഇതിൽ തന്നെ ചില, അതായത് പബ്ലിക്കിൽ, നമ്മുടെ സൊസൈറ്റിയിലെ ചില വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് സ്പെസിഫിക് ആയിട്ടുള്ള ചില പ്രോഗ്രാംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതാണ് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം പോലുള്ള പ്രോഗ്രാംസ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമുകളുടെ പേരൊന്ന് ഓർത്ത് വയ്ക്കുക, ഇത് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള 3 പ്രോഗ്രാമുകളുടെ പേര്, അതുപോലെ ഓരോ ഷോർട്ട് നെയിം, അതിൻ്റെ എക്സ്പാൻഷനൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. ദി ഗവൺമെൻറ് ഹാസ് ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ് എ ഫ്യൂ സ്കീംസ് ടു പ്രൊവൈഡ് ഹെൽത്ത് ഇൻഷുറൻസ് ടു പുവർ പീപ്പിൾ. എക്സാമ്പിൾ: പ്രധാനമന്ത്രി ജൻധൻ യോജന 2014. അതായത് പാവപ്പെട്ട ജനങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് അല്ലേ, ആരോഗ്യ ഇൻഷുറൻസ്. ഈ ഒരു ലക്ഷ്യം, എല്ലാവർക്കും നല്ല ആരോഗ്യം വേണമെന്ന ലക്ഷ്യത്തോടു കൂടി ഗവൺമെൻറ് ഒരു പ്രോഗ്രാം പാസ്സാക്കിയിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് അല്ലേ, പറയായിരിക്കും ആരോഗ്യ ഇൻഷുറൻസ്. ഇതുമായി ബന്ധപ്പെട്ട പദ്ധതിയായിരുന്നു പ്രധാനമന്ത്രി ജൻധൻ യോജന. 2014 ഈ ഒരു പരിപാടി ഇന്ത്യ ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാംസ് ഓർ പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ്. ദാരിദ്ര്യം നിർമ്മാർജ്ജനത്തിനുള്ള, അല്ലെങ്കിൽ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ അല്ലെങ്കിൽ പരിപാടികൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്
ഇത്തരത്തിൽ ഗവൺമെൻറ് ഒരുപാട് പദ്ധതികൾ അല്ലെങ്കിൽ പരിപാടികൾ ആവിഷ്കരിച്ചെങ്കിൽ പോലും ഈ പരിപാടികളെല്ലാം അതിൻ്റെ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ വന്നിട്ടുള്ളത് അത് പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈ ചെയ്യാൻ ഈ പ്രോഗ്രാമുകൾക്ക് ഒന്നിനും കഴിഞ്ഞിട്ടില്ലായിരുന്നു. ദാറ്റ് മീൻസ് ഈ ഓരോ പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസിനും എന്തുണ്ടായിരുന്നു, ഒരു ഡ്രോബാക്സ് ഉണ്ടായിരുന്നു അല്ലേ, അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. ആ സിസ്റ്റം ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലേ, ആ പ്രോഗ്രാം വളരെ സ്മൂത്തായ രീതിയിൽ ഒരു കോർഡിനേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ പ്രോഗ്രാം എന്താണ്, അത് എന്തിനു വേണ്ടിയിട്ടാണ് അത് വന്നിട്ടുള്ളത്, അതെല്ലാം അതിന് മുന്നിൽ ഒരു കാര്യം ഉണ്ടാവില്ല അല്ലേ. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുള്ളത്, അതിൻ്റെ കോർഡിനേഷൻ ശരിയല്ലെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ എഫക്റ്റ് എന്താണോ അത് അതിന് യഥാർത്ഥ ഡിസർവിങ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യില്ല, അത് കിട്ടില്ല. അതുപോലെ ഇവിടെയും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് അതിൻ്റെ ഒരു ക്രിട്ടിക്കൽ അസസ്മെൻറ്റ് ഇതിൻ്റെ ഒരു ദോഷവശമായിരുന്നു, ഇത്തരം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഒരു ദോഷവശമായിരുന്നു. ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ്ഡ് വേരിയസ് സ്ട്രാറ്റജീസ് ടു അലിവേറ്റ് പോവർട്ടി, ബട്ട് ഹങ്കർ, മാൽനറിഷ്മെൻറ്റ്, ഇല്ലിറ്ററസി ആൻഡ് ലാക്ക് ഓഫ് ബേസിക് അമ്യൂണിറ്റീസ് കണ്ടിന്യൂ ടു ബി എ കോമൺ ഫീച്ചർ ഇൻ മെനി പാർട്സ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പദ്ധതികൾ അല്ലെങ്കിൽ പരിപാടികൾ ഇന്ത്യയിലെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ടുവന്നു അല്ലേ. ദാരിദ്ര്യം, അതുപോലെ മാൽനറിഷ്മെൻറ്റ്, പോഷകാഹാരക്കുറവ്, അതുപോലെ ഇല്ലിറ്ററസി അല്ലേ, അതായത് എന്തു പറയാം, നിരക്ഷരത, അതുപോലെ ലാക്ക് ഓഫ് ബേസിക് അമ്യൂണിറ്റീസ്, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ പല സ്ഥലങ്ങളിലും, ഇന്ത്യയിൽ എല്ലായിടത്തുമല്ല, ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും എന്താണ് ഈ പദ്ധതികൾ കൊണ്ടുവന്നിട്ട് പോലും ഈ അവസ്ഥയിൽ ഒരു മാറ്റം ഉണ്ടാവാതെ തുടർന്നു പോയിട്ടുണ്ട്. അവിടെ പട്ടിണി അനുഭവിക്കുന്നവരുണ്ടായിരുന്നു, അതുപോലെ പോഷകാഹാരക്കുറവുള്ള ആളുകളുണ്ടായിരുന്നു, നിരക്ഷരായ ആളുകളുണ്ടായിരുന്നു, അതുപോലെ മിനിമം അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഭാഗങ്ങൾ കൂടെ ഈ പരിപാടി കൊണ്ടുവന്നതിന് ശേഷവും ഇന്ത്യക്ക് പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. അതൊരു പോരായ്മയാണ് ഈ പദ്ധതികളുടെ. അടുത്തതാണ് ഡ്യൂ ടു അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ആൻഡ് അതർ അസറ്റ്സ് ദ ബെനിഫിറ്റ്സ് ഫ്രം ഡയറക്റ്റ് പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് ഹാവ് ബീൻ അപ്രോപ്രിയേറ്റഡ് ബൈ നോൺ പുവർ. അതായത് ഇവിടെ ഇത്തരത്തിൽ ഈ ഒരു പ്രോഗ്രാം ഒരു അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ, ഇതിലും എന്ത് ചെയ്തിട്ടില്ല, ഒരു ഇന്നിക്വാളിറ്റി, ഈ പ്രോഗ്രാമിൻ്റെ ഡിസർവിങ് ആയിട്ടുള്ള ആളുകൾക്ക് പല ആളുകൾക്കും എന്ത് ചെയ്തിട്ടില്ല, ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടിയിട്ടില്ല. അർഹതപ്പെട്ട പല ആളുകൾക്കും എന്താണ് ഈ പ്രോഗ്രാമിൻ്റെ ഗുണങ്ങൾ കിട്ടിയിട്ടില്ല എന്നാണ് അടുത്ത ഒരു പോരായ്മയായിട്ട് പറയുന്നത്. തേർഡ് വൺ, ഹൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് പോവർട്ടി, ദ എമൗണ്ട് ഓഫ് റിസോഴ്സസ് അലോക്കേറ്റഡ് ഫോർ പോവർട്ടി അലിവേഷൻ പ്രോഗ്രാം വേർ നോട്ട് സഫിഷ്യൻറ്റ്. അതായത് പോവർട്ടിയുടെ എക്സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അളവ് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരുന്നു. ഈ വളരെ വലിയ അളവിലേക്ക് നമ്മുടെ ലിമിറ്റഡ് ആയ റിസോഴ്സ് അല്ലേ, പരിമിതമായ വിഭവങ്ങളെ അതിനുവേണ്ടി ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അത് അത്ര സഫിഷ്യൻ്റ് അല്ലായിരുന്നു അല്ലേ. അതായത് നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ അല്ലെങ്കിൽ റിസോഴ്സിനേക്കാൾ അധികമായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്ന പോവർട്ടിയുടെ റേറ്റ് അല്ലെങ്കിൽ എക്സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞാൽ, പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ ഒരു അളവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്രയും വലിയ പോവർട്ടി ഇല്ലാതാക്കാൻ വേണ്ട സഫിഷ്യൻ്റ് ആയിട്ടുള്ള റിസോഴ്സസ് ഇന്ത്യയുടെ കയ്യിലില്ലായിരുന്നു. അതാണ് അടുത്തൊരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ്, സം ഒഫീഷ്യൽസ് ആർ ഇൽ മോട്ടിവേറ്റഡ്, ഇൻആഡിക്വേറ്റ്ലി ട്രെയിൻഡ്, കറപ്ഷൻ പ്രോൺ എക്സെട്ര റിസൾട്ടഡ് ഇൻആഡിക്വേറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി പ്രോഗ്രാം. അതായത് പല ആളുകളും എന്തായിരുന്നു ഇതിൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് അല്ലെ, കൃത്യമായ പരിശീലനം ലഭിക്കാതെ, അതുപോലെ ഈ ഒരു പരിപാടിയിൽ ഒരുപാട് അഴിമതികൾ അല്ലെ, കറപ്ഷൻ നടന്നിരുന്നു, അതുപോലെ ഇൽ മോട്ടിവേഷൻ, പല ആളുകളെയും എന്ത് ചെയ്യുന്നുണ്ട്, ഡീമോട്ടിവേറ്റ് ചെയ്യുക, ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുക, ഇങ്ങനെ എല്ലാം പല കാരണങ്ങൾ എന്തായി ഇതിൻ്റെ സ്മൂത്ത് ഇംപ്ലിമെൻറ്റേഷന് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ഇത് നല്ല രീതിയിൽ വിജയിക്കാൻ ഇതിന് സാധിക്കാതെ പോയതിൻ്റെ കാരണങ്ങളായിരുന്നു കറപ്ഷൻ, അതുപോലെ ഇൻആഡിക്വേറ്റ് ട്രെയിൻഡ് പീപ്പിൾസ്, അതുപോലെ ഇൽ മോട്ടിവേഷൻ അല്ലേ, അതായത് അഴിമതി, അതുപോലെ കൃത്യമായ പരിശീലനം ലഭിക്കാതെ, ഇതെല്ലാം ഈ ഒരു പ്രോഗ്രാമിൻ്റെ കൃത്യമായ ഫങ്ഷനിങ്ങിനെ ബാധിച്ചു. അതുപോലെ ഇറ്റ് ഈസ് വെരി നെസസറി ടു ഐഡൻറ്റിഫൈ പോവർട്ടി സ്ട്രൈക്കൺ ഏരിയാസ് ആൻഡ് പ്രൊവൈഡ് ഇൻഫ്രാസ്ട്രക്ചർ സച്ച് ആസ് സ്കൂൾ, റോഡ്, പവർ, ടെലികോം, IT സർവീസസ്, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സെട്ര ടു ദിസ് ഏരിയ. അതായത് ഇത്തരം ഏരിയകളിൽ പോവർട്ടി അനുഭവിക്കുന്ന ഏരിയകളിൽ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള സ്കൂളുകൾ, റോഡുകൾ, അതുപോലെ പവർ അല്ലേ, കറണ്ട് അല്ലെങ്കിൽ ടെലികോം, IT സർവീസുകൾ, ഓക്കെ, വിവരസാങ്കേതിക വിദ്യകൾ, ട്രെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതെല്ലാം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അല്ലെങ്കിൽ ഇതെല്ലാം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളായിരുന്നു. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഒരുപാട് നല്ല വശങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അതിന് മറ്റൊരു വശം കൂടെയുണ്ട്, ഒരു ക്രിട്ടിക്കൽ അസസ്മെൻറ്റ് കൂടെയുണ്ട്. അതൊന്ന് ഓർത്ത് വെക്കണം, എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസിൻ്റെ ഒരു ക്രിട്ടിക്കൽ അതിനെക്കുറിച്ചുള്ള ഒരു അസസ്മെൻറ്റ് നിങ്ങളോട് ചോദിക്കാറുണ്ട്, ഒരു ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതോടെ ഈ ചാപ്റ്റർ ഇന്ത്യൻ എക്കോണമിയിലെ 4ാമത്തെ ചാപ്റ്റർ പോവർട്ടി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാപ്റ്ററാണ്. ഓക്കെ, ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.